7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഹൈസ്കൂളിലേക്ക് കയറുന്ന സമയത്ത് ഒരുപാട് സബ്ജക്റ്റുകൾ പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഒരു ഫീൽ ഏത് ടഫാണോ എന്നൊരു തോന്നലുണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്, പ്രത്യേകിച്ച് 8, 9, 10 ക്ലാസ്സുകളിൽ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്, മാനസികാവസ്ഥയാണ് സോഷ്യൽ സയൻസിനോട് ഒരു പേടി. സോഷ്യൽ സയൻസ് പഠിക്കാൻ പറ്റുന്നില്ല, സോഷ്യൽ സയൻസ് ഒരുപാടുണ്ട്. SS1 ഉണ്ട്, SS2 ഉണ്ട്, അത് 9, 10ലാണ്. 8ാം ക്ലാസ്സിലാണെങ്കിൽ SS1 തന്നെ ഉണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ്, 14ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് മൊത്തമായിട്ട് കുറേ ഉണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പൊതുവെ പറയാറുണ്ട്. സാറേ, എന്താണ് അതൊന്ന് പഠിക്കാനൊരു വഴി, ഒരു മാർഗം? അതെങ്ങനെ നമുക്ക് തുടക്കം മുതലേ ശരിയാക്കാം? അതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ, ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് ഒരു പഴഞ്ചൊല്ലിലൂടെ നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തത്, മെല്ലെ തിന്നാ പനയും തിന്നാം, അല്ലെങ്കിൽ പയ്യെ തിന്നാ പനയും തിന്നാന്ന് പറയാറുണ്ട്. അടുത്തത്, ഇതിന്റെ ബാക്കിയായിട്ട് പറയാനുള്ള ഒരു കാര്യം, മടിയൻ മല ചുമക്കും എന്നുള്ളതാ. ഈ 2 കാര്യങ്ങൾ കൂട്ടിയിട്ട് വേണം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. എന്താ സാർ ഈ പയ്യെ തിന്നാ പനയും തിന്നാന്ന് പറയുന്നത്? അത്രയും വലിയ ഒരുപാട് ടോപ്പിക്കുകളുള്ള ഒരു എന്താ പറയുക ലെങ്തി സിലബസ് ഉള്ള ഒരു സാധനമാണ് സോഷ്യൽ സയൻസ്. എല്ലാവർക്കും അറിയാം, അങ്ങനത്തെ ഒരു വിഷയമാണത്. അപ്പോൾ അത് ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങൾ അന്നാന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോയി നമുക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഏർലി ഹ്യൂമൻ ലൈഫ് മുതൽ തുടങ്ങുമ്പോൾ ഓരോ ഭാഗവും ക്ലിയർ ആയിട്ട് ഇങ്ങനെ പതിയെ പഠിച്ച് റിവേഴ്സ് ചെയ്ത് പോകണം. എവിടെയൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത് അത് വീണ്ടും റിവിഷൻ ചെയ്യണം. സാർ, ഈ റിവിഷനും ഈ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് പ്രോപ്പർ വേയിൽ ഇപ്പോൾ എവിടെ കിട്ടുക? അതിന് ഏകണ്ടല്ലോ, ഏകണ്ട നമ്മുടെ ടീമിലേക്ക് കയറിയാൽ മതി. ഏകണ്ട ആപ്പ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, അത് നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാനും അച്ഛൻ സാറങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. 2ാമത്തെ കാര്യം, മടിയൻ മല ചുമക്കും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്ന് വേണ്ട നാളെ ആക്കാം, പരീക്ഷ ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ വേണ്ട യൂണിറ്റ് എക്സാം വരട്ടെ, അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എക്സാം ആയിട്ട് മാത്രം പഠിക്കുന്ന ആൾക്കാർ. ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവറൊക്കെ സോഷ്യലിന് വേണ്ടി എടുത്ത ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക, അത് മാത്രം മതി നമുക്ക് പയ്യെ തിന്നാ പനയും തിന്നാം എന്ന് പറയുന്ന ആ പഴഞ്ചൊല്ലൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇതോ മടിയൻ മല ചുമക്കും എന്ന് വെച്ചാൽ അവസാനം കട്ടപ്പുഹ, കാര്യങ്ങൾ കൈവിട്ടു പോകും. അവസാനം എക്സാമിന്റെ തലേദിവസം നോക്കുമ്പോൾ നമുക്ക് 5, 6 ചാപ്റ്റർ ഒക്കെ പഠിക്കാനുണ്ട്. അയ്യോ, എന്ത് ചെയ്യും മല്ലയ്യ, കയ്യിൽ നിന്ന് പോകില്ലേ? ക്രിസ്മസ് എക്സാം ആകുമ്പോൾ അയ്യോ 10 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഫൈനൽ എക്സാം ആകുമ്പോൾ 10, 14 ചാപ്റ്റർ പഠിക്കാനുണ്ട്. എന്ത് ചെയ്യും? അവസാനം എല്ലാം കൂടെ കുടുങ്ങുന്നൊരവസ്ഥ വരും. ഈ ഒരു അവസ്ഥ എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത്. ഇത് 2 എപ്പോഴും ഓർത്ത് വെക്കണം. 8ാം ക്ലാസ്സിലേക്ക് എത്തി, ഇനി ഗ്രേഡ് അല്ല, മാർക്കാണ്. 40 മാർക്കിലാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ അത്രയും ഉണ്ടായിരിക്കും എഴുതാൻ തന്നെ. അത്രയും പ്രധാനപ്പെട്ട പരീക്ഷകളും കൂടി വരാൻ പോകണം, NMMS പോലുള്ളൊക്കെ. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിക്കുക. ആ പഠിച്ച് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഒരുപാടൊന്നും പഠിക്കാനില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. കീപ്പ് ഇൻ മൈൻഡ്, പയ്യെ തിന്നാം പനയും തിന്നാം, അല്ലെങ്കിൽ മടിയൻ മല ചുമക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിലേക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയാം, എല്ലാവരോടും പറയും, മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക ഏകന്റെ കാര്യം. താങ്ക് യു, ബൈ, സീ യു.